മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് നിഖിൽ. ഞാനൊരു കോമ്പോസിറ്റ് ഇൻഷുറൻസ് അഡ്വൈസറാണ്. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ക്ലെയിം റിജക്ഷൻസിനെ കുറിച്ചാണ്. ക്ലെയിം റിജക്ഷൻ വരാതിരിക്കുന്നതിന് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതാണ് ഈ ഒരു വീഡിയോയിൽ വിശദമാക്കുന്നത്. പല ക്ലെയിം റിജക്ഷൻസിനും കാരണമാകാവുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം PED അഥവാ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസുകളെ കുറിച്ചും നിലവിലുള്ള അസുഖങ്ങളെക്കുറിച്ചുമുള്ള വിശദമായ വിവരങ്ങൾ പോളിസി എടുക്കുന്ന സമയത്ത് കമ്പനിക്ക് നൽകാത്തതാണ്. പോളിസി എടുക്കുന്നതിന് മുൻപ് ചെയ്ത ചെറുതും വലുതുമായിട്ടുള്ള സർജറികൾ, ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഹെർണിയ, വെരിക്കോസ് വെയിൻ, യൂട്രസ് റിമൂവൽ, ബോൺ ഫ്രാക്ചർ, കൂടാതെ പോളിസി എടുക്കുന്നതിന് തൊട്ടു മുൻപുള്ള മാസങ്ങളിലോ വർഷങ്ങളിലോ ഹോസ്പിറ്റലൈസേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിശദ വിവരങ്ങൾ, ഉദാഹരണമായി പറയുകയാണെങ്കിൽ ജോണ്ടിസ്, ന്യൂമോണിയ, H1N1, കൊറോണ ഫീവർ, ഡെങ്കി ഫീവർ മുതലായവ, ഇനി നിലവിൽ BP, തൈറോയിഡ്, ഡയബറ്റീസ് എന്നീ അസുഖങ്ങളുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം വിശദമായിട്ടുള്ള വിവരങ്ങളിൽ ബന്ധപ്പെട്ട രേഖകളെല്ലാം ഉൾപ്പെടുന്നതാണ്. ഇവയെല്ലാം തന്നെ പോളിസി എടുക്കുന്ന സമയത്ത് കമ്പനിക്ക് കൈമാറേണ്ടതാണ്. കൂടാതെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ക്രിട്ടിക്കൽ ഇൽനെസ്സുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട രേഖകളും തീർച്ചയായും കൈമാറണമെന്നത് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. പോളിസി എടുക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസോ അല്ലെങ്കിൽ നിലവിൽ എന്തെങ്കിലും അസുഖങ്ങളോ ഉണ്ടെങ്കിൽ പുതിയ IRDAI സർക്കുലർ പ്രകാരം മാക്സിമം 3 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് മാത്രമേ ബാധകമാവുന്നുള്ളൂ. പല കമ്പനികളുടെയും ചില പോളിസികളിൽ ഈ വെയിറ്റിംഗ് പീരീഡ് 2 വർഷമായും 1 വർഷമായുമെല്ലാം കുറയ്ക്കുന്നതിനുള്ള അവസരങ്ങളുണ്ട്. പോളിസിയോടൊപ്പം ചില ആഡ് ഓൺ കവേഴ്സ് എടുക്കുകയാണെങ്കിൽ പല പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസുകൾക്കും Day 1 തൊട്ട് തന്നെ കവറേജ് ലഭിക്കുന്നതുമാണ്. അടുത്തതായി പോളിസിയിൽ പറയുന്ന വെയിറ്റിംഗ് പീരീഡുകളെ കുറിച്ച് കൃത്യമായൊരു ധാരണ നമുക്കുണ്ടായിരിക്കേണ്ടതാണ്. സാധാരണയായി പോളിസിയിൽ ജോയിൻ ചെയ്ത ആദ്യത്തെ 30 ദിവസങ്ങളിൽ ആക്സിഡന്റൽ കവറേജസ് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഈ ആക്സിഡന്റൽ കവറേജസ് എന്ന് പറയുമ്പോൾ അത് റോഡ് ആക്സിഡന്റ് ആവാം, അതല്ലെങ്കിൽ എവിടെയെങ്കിലും തെന്നി വീഴുന്നതാവാം, വീട്ടിൽ വെച്ച് നടക്കുന്ന അപകടങ്ങൾ, സ്നേക്ക് ബൈറ്റ് തുടങ്ങിയവയും ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. 30 ദിവസത്തെ വെയിറ്റിംഗ് പീരീഡിന് ശേഷം വരുന്ന അസുഖങ്ങൾക്കാണ് സാധാരണയായി ക്ലെയിം ലഭിക്കുക. അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സ്ലോലി പ്രോഗ്രസീവായ ചില സ്പെസിഫിക് ഇൽനെസ്സുകൾക്ക് മിക്ക കമ്പനികളും 24 മാസത്തെ അഥവാ 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് പറയാറുണ്ട്. ENTയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ പൈൽസ്, ഫിസ്റ്റുല, ഹെർണിയ, കിഡ്നി സ്റ്റോൺ, ഗാൾ ബ്ലാഡർ സ്റ്റോൺ, മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ, ഡിസ്ക് മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ, യൂട്രസ് റിമൂവൽ, തൈറോയിഡ് സംബന്ധമായ അസുഖങ്ങൾ, ഇവയെല്ലാമാണ് 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ചില അസുഖങ്ങൾ. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്ന കമ്പനി നിഷ്കർഷിക്കുന്ന സമയത്ത് തന്നെ ക്ലെയിം ഇൻറ്റിമേഷൻ നൽകുക എന്നതാണ്. ഇത് പല കമ്പനികളിലും 24 hours, 48 hours എന്നിങ്ങനെയാകാം. ഇനി നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസിനാണ് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതെങ്കിൽ ക്ലെയിം ഇൻറ്റിമേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹോസ്പിറ്റൽ ഇൻഷുറൻസ് വിങ് നോക്കുന്നതായിരിക്കും. ഇതിനായി രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിച്ച ശേഷം ഹോസ്പിറ്റലിലെ ഇൻഷുറൻസ് ഡെസ്കുമായി ബന്ധപ്പെടുകയും രോഗിയുടെ പേരും ഇൻഷുറൻസ് സംബന്ധമായ വിവരങ്ങളും അവർക്ക് കൈമാറുകയും ചെയ്യേണ്ടതാണ്. ഇനി ക്ലെയിം റീഇംബേഴ്സ്മെന്റ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ക്ലെയിം ഇൻറ്റിമേറ്റ് ചെയ്ത ശേഷം ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയി എത്രയും പെട്ടെന്ന് തന്നെ ക്ലെയിമിന് ആവശ്യമായ എല്ലാ ഡോക്യുമെന്റ്സും കമ്പനികൾക്ക് നൽകേണ്ടതാണ്. ഇതിൽ സാധാരണയായി ഡിസ്ചാർജ് സമ്മറി, ടെസ്റ്റ് റിസൾട്ട്സ്, കൂടാതെ ഹോസ്പിറ്റൽ ബിൽസ് തുടങ്ങിയ എല്ലാ അനുബന്ധമായ ഡോക്യുമെന്റ്സും 15 ദിവസത്തിനുള്ളിലോ അല്ലെങ്കിൽ 30 ദിവസത്തിനുള്ളിലോ കമ്പനികൾക്ക് കൈമാറേണ്ടതാണ്. ക്ലെയിം ഇൻറ്റിമേഷൻ കൂടാതെ ഡോക്യുമെന്റ് സബ്മിഷൻ എന്നിവയ്ക്കുള്ള സമയപരിധി പല കമ്പനികളിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നതായും കാണാം. പോളിസി റിന്യൂവലിന് മുൻപുള്ള ഗ്രേസ് പീരീഡിൽ സാധാരണയായി ക്ലെയിമുകളൊന്നും തന്നെ ലഭിക്കുന്നതല്ല. ഇനി പോളിസി ഗ്രേസ് പീരീഡിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ അസുഖങ്ങൾ കണ്ടെത്തുകയോ ഹോസ്പിറ്റലൈസ്ഡ് ആകുകയോ ചെയ്താൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ പോളിസി റിന്യൂവലിന് മുൻപായി കമ്പനിയെ നിർബന്ധമായും അറിയിക്കേണ്ടതാണ്. അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ബില്ലുകളാണ് ഹോസ്പിറ്റൽസ് നൽകുന്നത് എങ്കിലും ക്യാഷ്ലെസ് ക്ലെയിം ഡിനയൽ ചെയ്യുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ സ്ലോലി പ്രോഗ്രസീവായ ഡിസീസുകൾക്ക് 2 വർഷത്തിന് ശേഷം വരുന്ന ഇമ്മീഡിയറ്റ് ക്ലെയിംസ് കമ്പനി കൃത്യമായി സ്ക്രൂട്ടിനി ചെയ്ത ശേഷം മാത്രമേ നൽകുകയുള്ളൂ. ഇതിന് ഉദാഹരണമായിട്ട് പറയാവുന്നതാണ് 2 വർഷത്തിന് ശേഷം ഇമ്മീഡിയറ്റ് ആയി വരുന്ന മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ, ഡിസ്ക് മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ എന്നിവ. ഡെയിലി റൂം റെന്റ് ലിമിറ്റ് ആൻഡ് ICU ചാർജസ് ലിമിറ്റ്, കോ പേയ്മെന്റ്,
കൺസ്യൂമബിൾസ് കവറേജ്, ഡെന്റൽ കവറേജ്, ലിമിറ്റ്സ് ഫോർ മോഡേൺ ട്രീറ്റ്മെന്റ്, ആൾട്ടർനേറ്റീവ് ട്രീറ്റ്മെന്റിനുള്ള കവറേജ് എന്നിവയെക്കുറിച്ചും പോളിസിയിൽ പറയുന്ന വിവരങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പുതിയ IRDAI സർക്കുലർ പ്രകാരം മൊറട്ടോറിയം പീരീഡ് 8 വർഷത്തിൽ നിന്നും 5 വർഷമായി കുറച്ചത് ഹെൽത്ത് ഇൻഷുറൻസ് ഉപഭോക്താക്കൾക്ക് തീർത്തും ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ്. മേൽപ്പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി വളരെ കൃത്യതയോടും ശ്രദ്ധയോടും കൂടി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിൽ ജോയിൻ ചെയ്താൽ ക്ലെയിം റിജക്ഷൻ എന്ന പ്രശ്നം തീർത്തും പരിഹരിക്കാവുന്നതാണ്. ഇൻഷുറൻസ് സംബന്ധമായ മറ്റു വിവരങ്ങൾക്കും മികച്ച ഇൻഷുറൻസ് പ്ലാനുകളെക്കുറിച്ച് അറിയുന്നതിനും വേണ്ടി വീഡിയോയിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്തരം ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.